السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بإذن الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അൽഹംദുലില്ലാ സന്തോഷമാണ്. അതിൽ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധ വരിക. മഹാന്മാര് പറയാൻ അന്നഫിൽ ജന്നത്തി, നിശ്ചയമായിട്ടും സ്വർഗത്തിലുണ്ട്, ഷജറത്തൻ, ഒരു മരമുണ്ട്, ഇസ്മുഹ, ആ മരത്തിന്റെ പേര് അത്തഹിയാത്ത് എന്നാണ്. സ്വർഗത്തിലുള്ള ആ മരത്തിന്റെ പേര് അത്തഹിയാത്ത് എന്നാണ്. ആ മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേര് മുബാറക്കാത്ത് എന്നാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു പ്രത്യേകമായ പുഴയുണ്ട്. ആ പുഴയുടെ പേര് ത്വയ്യിബാത്ത് എന്നാണ്. ഇപ്പൊ എന്തൊക്കെയായി? സ്വർഗത്തിൽ ഒരു മരം, ആ മരത്തിന്റെ പേര് അത്തഹിയാത്ത്, ആ അത്തഹിയാത്ത് എന്ന മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി, അതിന്റെ പേര് മുബാറക്കാത്ത്, ആ മരത്തിന്റെ താഴ്ഭാഗത്ത് ഒരു പുഴ, ആ പുഴയുടെ പേര് ത്വയ്യിബാത്ത്. ഫഇദാ ഖാലൽ അബ്ദു, അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ദാലിക, അതിനെ, ഏതിനെ? അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്നതിനെ പറഞ്ഞാൽ, ഫീ കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരത്തിലും ഈ അത്തഹിയാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ ആ അത്തഹിയാത്ത് എന്ന മരത്തിന്റെ മുകളിൽ നിന്ന് മുബാറക്കാത്ത് എന്ന പക്ഷി ഇറങ്ങി വന്ന് ത്വയ്യിബാത്ത് എന്നുള്ളതായ പുഴയിൽ മുങ്ങുകയും, മുങ്ങിയതിനു ശേഷം ആ പക്ഷി എന്തു ചെയ്യും? ഒന്ന് കുതയുമെന്നാണ്. കുതയുന്ന സമയത്ത് ആ പക്ഷിയുടെ ചിറകിൽ നിന്ന് വെള്ളം ഒറ്റി വീഴും. എത്രയല്ലേ? ഒരു പക്ഷി വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ പക്ഷി ഒന്ന് ചിറക് കുറഞ്ഞാൽ എത്ര തുള്ളി വെള്ളം വരും അല്ലേ? നമുക്ക് ചിലപ്പം എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വെള്ളത്തുള്ളികൾ പുറത്തേക്ക് വരും. ആ ഓരോ തുള്ളിയിൽ നിന്നും ഓരോ മലക്കിനെ അല്ലാഹു തആല സൃഷ്ടിക്കും. ആ മലക്ക്, പിന്നെ ആ മലക്കിന്റെ പണി എന്താ? ഖിയാമത്ത് നാൾ വരെ ഫയഖ്ലുഖുല്ലാഹു മിൻ കുല്ലി ഖുത്രത്തിൻ മലക്കൻ യസ്തഗ്ഫിറു ലഹു ഇലാ യൗമിൽ ഖിയാമ. ആ പക്ഷിയുടെ ചിറകിൽ നിന്ന് ഒറ്റി വീഴുന്ന ഓരോ തുള്ളി കൊണ്ടും അല്ലാഹു തആല ഓരോ മലക്കിനെ സൃഷ്ടിച്ച് ആ മലക്ക് ഖിയാമത്ത് നാൾ വരെ ഈ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തോദിയ വ്യക്തിക്ക് വേണ്ടി എന്തു ചെയ്യും? പൊറുക്കലിനെ ചോദിച്ചും കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ നിസ്കാരത്തിലെ ഭയഭക്തി കൂടുന്നതിനനുസരിച്ച് ആ പക്ഷിയുടെ കുറച്ചലും കൂടുമെന്നാണ്. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുമ്പോ, നിസ്കാരത്തിൽ ഒരു വിഷയം ചെയ്യുമ്പോ ഓരോന്നിനും ഓരോ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെയും മനസ്സിലാക്കി നാം അമൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ അമലിന് പ്രാധാന്യം കിട്ടുന്നത്. അപ്പൊ അതുപോലെ അത്തഹിയ്യാത്തായാലും സുജൂദായാലും സുജൂദിലെ വിക്റുകളായാലും ഫാത്തിഹയായാലും എല്ലാറ്റിനും പ്രത്യേകമായ പദവികളുണ്ട്. അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് കൈ ഉയർത്തുന്നതിന്റെ രൂപവും വെക്കുന്നതിന്റെ രൂപവും അതുകൊണ്ടുള്ള മഹത്വങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട, ഇന്നലെ ക്ലാസ് റൂമിൽ എസ് അടിക്കാൻ പറഞ്ഞപ്പോ കുറെ ആളുകൾ ഞങ്ങളൊക്കെയും കിബിലയുടെ ഭാഗത്തേക്ക് എന്താക്കി മുൻകൈയാക്കി നിസ്കരിക്കാൻ തുടങ്ങിയവരോട് എസ് അടിക്കാൻ പറഞ്ഞപ്പോ പലവരും എസ് അടിച്ചു. അള്ളാഹു അവർക്കതൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് കയ്യുയർത്തേണ്ട രൂപം, അതേ രൂപത്തിൽ കയ്യുയർത്തേണ്ട രൂപം മറ്റു ചില സന്ദർഭങ്ങളിലുമുണ്ട്. അതിൽപ്പെട്ട ഒരു കയ്യുയർത്തേണ്ട സന്ദർഭം 4
നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്തിനാ ലത്തീഫ്ക്ക് അറബി ചൂടായത്? ഒരു അറബി എന്നോട് ചൂടായി. നമ്മുടെ ലത്തീഫ് വായക്കാട് റംലാനിൽ നാട്ടിലെത്തിയതാ. നോമ്പിന്റെ മുന്നിൽ എന്തിനാണാവോ? എന്ത് കിബിലക്ക് നേരെ മനസ്സിലായില്ല. എന്റെ മൂപ്പർ പറഞ്ഞു മനസ്സിലായ സമയം പോകുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. അഥവാ നിസ്കാരത്തിന്റെ ഭംഗിയാണ് എന്ത് കൈയുയർത്തൽ എന്ന വിഷയം സ്ഥിരം ഈ സമയത്ത് ക്ലാസ് കേൾക്കുന്നവരെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ? ഒരു പ്രാവശ്യം കൈയുയർത്തുമ്പോ 10 പ്രതിഫലാന്ന് പറഞ്ഞു. അല്ലെ? എല്ലാവരും മറന്നിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം നമ്മൾ നിസ്കാരത്തിൽ കൈയുയർത്തുമ്പോ 10 പ്രതിഫലാണ് എന്ന് പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ. അതേ രൂപത്തിൽ കൈയുയർത്തേണ്ട ഒരു സമയമാണ് റുക്കോയിലേക്ക്, അഥവാ നമ്മൾ നൃത്തത്തിൽ നിന്ന് റുക്കോയിലേക്ക് പോകുമ്പോഴും ഇതേ രൂപത്തിൽ 2 ഉള്ളൻ കൈ കിബിലയിലേക്കാക്കി കൈപ്പുറം എന്തിലേക്കാക്കി? കൈപ്പുറം ചുമലിലേക്കാക്കി. കൈപ്പുറം എന്ന് പറഞ്ഞാൽ കയ്യിന്റെ പുറം ചുമലിലേക്കാക്കി. അതുകൊണ്ട് എല്ലാവരും അതിൽ വിഷമൊന്നും വിചാരിക്കരുത്. അള്ളാഹു തആല ഓരോരുത്തർക്ക് ഓരോ രാജ്യത്തിന്റെ പേരിന്റെ ഒരു ബഹുമാനം കിട്ടുന്നതല്ലേ. അപ്പൊ ഏതായാലും 2 ഉള്ളൻ കയ്യും കിബിലയിലേക്കാക്കി കൈപ്പുറം അഥവാ കയ്യിന്റെ പുറം ഭാഗം ചുമലിന്റെ നേരേക്കാക്കി എന്താക്കുക? ആ ചെവിയുടെ നേരക്ക് വിരലുകളുടെ തുമ്പ്, വിരലുകളുടെ തലപ്പ് ചെവിയുടെ മുകൾ ഭാഗത്തിനോട് യോജിച്ചും തള്ളാം വിരല് ചെവിയുടെ തൊറ്റിയോടും യോജിച്ച് കൈയുയർത്തേണ്ട രൂപം. അതേ രൂപത്തില് ഫാത്തിഹ ഓതി സൂറത്തോതി റുക്കൂഇലേക്ക് പോകുമ്പോ അതേ രൂപത്തിൽ കൈയുയർത്തണം. ഇനി അതേമാതിരി തന്നെ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും അതേ രൂപത്തിൽ കൈയുയർത്തണം. ഇനിയോ ഒന്നാമത്തെ അത്തഹിയാത്ത് അഥവാ ആദിക്കത്തെ അത്തഹിയാത്ത് ഓതി 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും അതേ രൂപത്തിൽ കൈയുയർത്തണം. അപ്പൊ 4 സ്ഥലമായി അല്ലെ? 1 തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ, 2 റുക്കൂഇലേക്ക് പോകുമ്പോൾ, 3 ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ, 4 ആദിക്കത്തെ അത്തഹിയാത്ത് ഓതി അടുത്ത റക്അത്തിലേക്ക് വരുമ്പോൾ. ഇപ്പൊ 4 രൂപമായി, മറക്കണ്ട. ഈ 4 രൂപത്തിലും കൈയുയർത്തേണ്ട രൂപം ഇതേ രൂപത്തിലാണ്. ഒരു പ്രാവശ്യം കൈയുയർത്തുമ്പോ 10 പ്രതിഫലാണ്. ഈ കൈയുയർത്തൽ കൊണ്ട് തന്നെ ഒരു റക്അത്തിൽ അല്ലെ, ഒരു റക്അത്തിൽ 3 പ്രാവശ്യം അല്ല, ഒരു റക്അത്തിൽ 2 പ്രാവശ്യം എല്ലാ റക്അത്തിലും വരും. 1ാമത്തെ റക്അത്തിൽ 3 പ്രാവശ്യം വരും. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ, റുക്കൂഇലേക്ക് പോകുമ്പോ, ഇഅ്തിദാലിലേക്ക് വരുമ്പോ. ബാക്കിയുള്ള റക്അത്തുകളിലൊക്കെയും എന്ത് വരും? 2 പ്രാവശ്യം വരും. പിന്നെ 2 റക്അത്തിൽ അധികമുള്ള നിസ്കാരമാണെങ്കിൽ അവിടെ ആദിക്കത്തെ അത്തഹിയ്യാത്തിനു ശേഷം വരും. ചുരുങ്ങിയത് ഒരു കൈയുയർത്തൽ കാരണം 100 കൂലി ഹസനാത്ത് നമ്മുടെ റിക്കാദിലേക്ക് വരികയാണ്. അപ്പൊ ഒരു ദിവസം 17 റക്അത്ത് ഫർള് മാത്രം നിസ്കരിക്കുമ്പോ നമ്മുടെ റിക്കാദിലേക്ക് വരുന്ന ഹസനാത്ത് എത്ര? പിന്നെ അവൻ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 10-60 കൊല്ലം ഇതൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിച്ചൊരു മനുഷ്യനാണെങ്കിൽ ഫഅമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാളിയ വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് ആ നന്മയുടെ മുൻതൂക്കം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് എത്രയോ നന്മകൾ നമുക്ക് ആ തുലാസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത്, റുക്കൂഇലേക്ക് പോകുന്ന നേരത്ത്, ഇഅ്തിദാലിലേക്ക് വരുന്ന നേരത്ത്, ഇഅ്തിദാലിലേക്ക് ഉയരുന്ന നേരത്ത്, ആദിക്കത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് 3ാമത്തെ റക്അത്തിലേക്ക് വരുന്ന നേരത്ത്. ഇനി ഒരു മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഒരാള് 2ാമത്തെ റക്അത്തിൽ ഇമാമിനോട് തുടരാണ്. ശ്രദ്ധിക്കണം, സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഇമാമിന്റെ 2ാമത്തെ റക്അത്ത്, ഉദാഹരണം ളുഹർ അല്ലെങ്കിൽ അസ്ർ അല്ലെങ്കിൽ മഗ്രിബി ഇശ, സുബൈക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ 2ാമത്തെ റക്അത്തിൽ ഒരാൾ പോയി തുടരാണ് എങ്കിൽ
അവരെ ഇമാമ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇമാമിന് എന്ത് സുന്നത്താണ്? ആദിക്കത്തെ അത്തഹിയ്യാത്തിന് ഉയരുന്ന സമയത്ത് കയ്യുയർത്തൽ സുന്നത്താണ്. ഈ മഅ്മൂമ് പോലെ ഒന്നാമത്തെ റക്അത്ത് ആയിച്ചുള്ളൂ, ഓന്റെ അത്തഹിയ്യാത്തിന്റെ സമയം അല്ല. പക്ഷെ ഇമാമ് ആദിക്കത്തെ അത്തഹിയ്യാത്ത് ഓതി എഴുന്നേറ്റ് നിൽക്കുമ്പോ കയ്യുയർത്തൽ സുന്നത്താണ് എന്ന നിലക്ക് ആ ഇമാമിനോട് താബിയായിട്ട് പിന്തുടർന്നിട്ട് ഈ മഅ്മൂമിനും അപ്പോൾ കയ്യുയർത്തൽ സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബിൽ കാണാം. പിന്നെ ഒരു ചെറിയ അഭിപ്രായം, പ്രബലമായ അഭിപ്രായ പ്രകാരം ആ സുന്നത്തില്ല. അഥവാ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോഴും കയ്യുയർത്തണം എന്നൊരു സുന്നത്ത് ചില ഇമാമിയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം അത് മുഅ്തമദല്ല. കാരണം ഓരോ റക്അത്തിൽ നിന്ന് ആ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നിന്നും മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴൊക്കെയും കയ്യുയർത്തൽ സുന്നത്താണെന്ന് ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മുടെ മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം എന്തില്ല, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഉയരുമ്പോൾ അങ്ങനെ കയ്യുയർത്തൽ സുന്നത്തില്ല. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ സംശയം തോന്നുന്നു. അങ്ങനെയാണ് ഇതിൽ മുഅ്തമദ്. കാരണം അങ്ങനെ അഭിപ്രായം കിട്ടും. ചില ഇമാമിയങ്ങൾ അതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ നമ്മുടെ ശാഫിഈ മദ്ഹബില് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എല്ലാവർക്കും അറിയല്ലോ, ഒന്നാമത്തെ റക്അത്ത് ഒരു 2 സുജൂദും പൂർത്തിയാക്കി അത്തഹിയ്യാത്ത് ഉടനെയാവാത്ത റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുക, എളുപ്പം തിരിയാൻ പറയാ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക്, അതുപോലെ തന്നെ മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക്. അവരെന്നത് ഇപ്പൊ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം വരിക. ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഉയരുമ്പോഴും കയ്യുയർത്തൽ സുന്നത്താണെന്ന് ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അതെന്തല്ല, മുഅ്തമദ് അല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. പിന്നെ എന്റെ ഷഹീർ കോത്തക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷെ ഓൻക്ക് ഇങ്ങനെ അതൊക്കെ മൈക്ക് തപ്പ PM അയക്കും, ഇന്നലെയും PM അയച്ചീന് തോന്നുന്നു. അതായത് സുജൂദിലേക്ക് പോകുമ്പോ എപ്പോഴാ ആദ്യം കയ്യാണോ വെക്കേണ്ടത്, ആദ്യം കാലിന്റെ മുത്താണോ വെക്കേണ്ടത്? അതെ, ചില ആൾക്കാർ ചെന്നിട്ടാണ് ബിഗ്ഗല, ചില ഈ കുംഭ കൂടിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ ചെന്ന് ബിഗ്ഗലാണ്. അങ്ങനത്തെ കാരണം അവന്റെ വയറിങ്ങനെ താങ്ങാൻ വയ്യാൻ. പക്ഷെ വാസ്തവത്തില് എന്താ പറയുക, ആദ്യം കാലിന്റെ മുത്താണ് വെക്കേണ്ടത് സുജൂദിലേക്ക് പോകുമ്പോ. പിന്നെ പ്രായമൊക്കെ ആകുമ്പോ ചിലർക്ക് സാധിക്കൂല. വലിയ പ്രായമൊക്കെ ആൾക്കാരാകുമ്പോ അവര് നേരെ നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോ എന്താകും, ഒരിക്കൽ കയ്യൊക്കെ ആദ്യം വെക്കേണ്ടി വരും. അത് പിന്നെ ശാരീരികമായ പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് ആരോഗ്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താ, ആദ്യം കാലിന്റെ മുത്ത് വെക്കണം. എന്നിട്ട് കാലിന്റെ മുത്തിന്റെ നേരക്കായിട്ട് 2 മുൻകൈയിന്റെ വിരലുകൾ കിബിലക്കാവുന്ന രൂപത്തിൽ. നമുക്ക് അങ്ങോട്ട് വിഷയം എത്തിയിട്ടില്ലട്ടോ, ഇത് മുമ്പും പറയാണ്ട്. പക്ഷെ ഷഹീർ കോത്തക്കൽ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊന്ന് ഉണർത്തിയതാണ്. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് 1-2 ദിവസങ്ങൾ കഴിയും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിസ്കരിക്കേണ്ടവരാണല്ലോ, ആ നിലക്ക് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ആദ്യം 2 കാലിന്റെ മുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ 2 കൈയിന്റെ വിരലും നോക്കിങ്ങള് സുജൂദിലേക്കും വെക്കുമ്പോ ഒരു കൈയിങ്ങത്ത് അല്പം ഇടതുഭാഗത്തേക്കും തെറ്റിച്ചുണ്ടാവും, വലത്തെ കൈയിങ്ങത്ത് വലതുഭാഗത്തേക്കും തെറ്റിച്ച് കോണായിരിക്കണുണ്ടാവും. ഏതായാലും ഈ കൈ വെക്കണല്ലേ, എന്തായാലും അല്ല സുഹൃത്തുക്കളെ, ആശിമെ, എന്തായാലും ഈ കൈ നിലത്ത് വെക്കല് നിർബന്ധ. ആ വെക്കുമ്പോ നമ്മുടെ വിരലുകളുടെ തുമ്പ് കിബിലയിലേക്കാവുന്ന രൂപത്തിൽ വെക്കുമ്പോ വലിയ മഹത്ത. ഞാൻ ഓരോ വിഷയത്തിന്റെയും മഹത്വങ്ങൾ മാത്രം പറയാൻ നിന്നാൽ തന്നെ ഒരുപാട് ദിവസങ്ങൾ പൊരിക്കും, 10 മിനിറ്റ് കൊണ്ട് വിഷയം അവസാനിപ്പിക്കാൻ. അപ്പൊ അതിലൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ വിരലിന്റെ തുമ്പുകളൊക്കെയും നിസ്കരിക്കുന്ന സമയത്ത് കിബിലയിലേക്കാകുന്നതിൽ വലിയ മഹത്വങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈ വെക്കുമ്പോ ആ കൈ ഒന്ന് തെറ്റിച്ചു വെക്കാതെ, പല്ലവരും സുജൂദില് ഇങ്ങനെ കോണായിട്ടാണ് കൈ വെക്കാറുള്ളത്. അത് നേരെ 2 ചുമലിന്റെ നേരെയായി കാലിന്റെ മുത്ത് വെച്ച്, ചുമലിന്റെ നേരെയായി 2 മുൻകൈയിന്റെ പല്ലും വെച്ച്, നെറ്റിയും മൂക്കിന്റെ പാലവും, മൂക്ക് വെക്കല് നിർബന്ധമില്ല,
പക്ഷെ സുന്നത്താണല്ലോ. അപ്പൊ നെറ്റിയും മൂക്കും ഒപ്പം സുജൂദിൽ വെക്കുക. ഇൻഷാ അല്ലാഹ് അവരെ ചില അല്പം കൂടി വിശദീകരിക്കാനുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ നിസ്കരിക്കുമ്പോ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നോക്കി നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ നിസ്കരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നിസ്കാരം പഠിപ്പിക്കുന്ന ചിലപ്പം ഈ 15ഉം 16ഉം വയസ്സായ വിദ്യാർത്ഥികളൊക്കെ നിസ്കരിക്കുമ്പോ വാസ്തവത്തിൽ അവരുടെ നെറ്റ് നിലത്ത് വരുന്നില്ല. ഓല് ഈ മൂർദാവിന്റെ കുറച്ച് കീപ്പത്തുള്ള സ്ഥലം കൊണ്ടുപോയിട്ടാണ് നിലത്ത് കുത്തുന്നത്. ഈ വലിയ ജുമാഅത്തൊക്കെ നേരത്ത് അല്ലെങ്കിൽ ളുഹ്ർക്കൊക്കെയും ഈ ടൗണിലുള്ള പള്ളികളില് ഈ സ്കൂളിന് വരുന്ന കുട്ടികൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോക്കൊണ്ടു. അപ്പൊ എന്റെ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ശ്രദ്ധ രക്ഷിതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. മിക്ക കുട്ടികളും കാണാൻ നെറ്റ് വാസ്തവത്തില് എന്താകുന്നില്ല. അതെ, നമ്മളെ ഹാഷിമ് ഓൻ കുറെ കാലം സ്കൂൾക്ക് പോയതാലോ, പിന്നിലുള്ള ആളെ നോക്കുന്നു. ഈ കുട്ടികൾക്ക് സുജൂദ് കാതെങ്ങാണ്ട് ഒരു നെറ്റ് നിലത്ത് വെക്കാതെ ബാക്കിലേക്ക് മറ്റോ വന്നോ ഇപ്പം വന്നോ എന്നൊക്കെ നോക്കാം. ഹാഷിമിന് നല്ല പരിചയം ഉണ്ടാവും, കാരണം ഓൻ കുറെ കോളേജിക്കൊക്കെ പോയതാണ്. അപ്പൊ ഏതായിരുന്നാലും ഓരോരുത്തരുടെ പരിചയം ഓരോരുത്തർ പറയാതിരിക്കൂലല്ലോ. അള്ളാഹു താല നല്ലത് ചിന്തിക്കാതെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു താല ഭയഭക്തിയും തൗഫീഖും നല്ല ചിന്തയും നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ മക്കളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ കുട്ടിയുടെ നെറ്റ് സുജൂദിലാണോന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഓൽക്കത് അങ്ങനെ ശീലായ പിന്നെ അത് മാറ്റിയെടുക്കാൻ പ്രയാസാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആ ഭാഗത്തേക്ക് നമ്മുടെ വിഷയങ്ങൾ എത്തുമ്പോ ഇൻഷാ അല്ലാഹ് അതിന്റെ ഗൗരവം നമുക്ക് കൂടുതൽ പറയാം. ഇന്നിപ്പോ ഏതായാലും പറഞ്ഞത് നമ്മൾ ഈ കൈ ഉയർത്തുന്നത് സുജൂദിലെ അല്ല റുക്കോയിലേക്ക് പോകുമ്പോ ആരും ശ്രദ്ധിക്കുന്നില്ല. മിക്ക ആൾക്കാരും കൈ ഉയർത്തനേ ഇല്ല അല്ലെ? സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ ഇടത്തെ കൈ ഓട്ടോമാറ്റിക് ഇങ്ങനെ കീപ്പത്ത് പോയിട്ടുണ്ടാവും, അതിന്റെ പിന്നാലെ വലത്തെ കൈ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ആ പോക്കിൽ അങ്ങനെ റുക്കോയിക്കും പോകും അല്ലേ? അങ്ങനെയല്ല മിക്ക ആൾക്കാരും. നല്ലൊരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? സൂറത്ത് ഓടി കഴിയുമ്പോഴേക്ക് ഈ കയ്യിന്റെ കെട്ട് ഇങ്ങനെ കഴിഞ്ഞു വരുന്നുണ്ടാവും. എല്ലാ ഉസ്താദെ സൂറത്ത് ഇങ്ങനെ ഓതി കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഇമാമിന്റെ സൂറത്ത് ഓതി കഴിയുമ്പോഴേക്ക് എന്താവും? ഈ നമ്മൾ ഈ കെട്ടിയ കെട്ട് ഇങ്ങനെ കഴിഞ്ഞ് ഒരു കൈ ഇങ്ങനെ ഇടത്തെ കൈ അങ്ങനെ കീപ്പത്ത് പോക്ക് തുടങ്ങിയിട്ടുണ്ടാവും, അതിന്റെ പിന്നാലെ വലത്തെ കയ്യും പോകുന്നുണ്ടാവും. എന്നിട്ട് എന്താവും? ആ പോക്ക് അങ്ങനെ റുക്കുവിൽക്കാണ്ട് പോകും. എന്തിനാണ് 10 പ്രതിഫലം കളയുന്നത്? എന്തിനാണ് നമ്മൾ 10 പ്രതിഫലം കളയുന്നത്? ഇനി നമ്മൾ എഴുത്തിദാലിലേക്ക് വരുമ്പോ നമ്മൾ 2 ഉള്ളൻ കൈ ഖിബിലയിലേക്ക് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് കൈ ഉയർത്തേണ്ട രൂപത്തിൽ ഈ 3 സന്ദർഭങ്ങളിലും കൈ ഉയർത്തുക. പിന്നെ ഇമാമിന്റെ ആദിക്കത്തെ അത്തഹിയാത്ത്, നമ്മൾ ഇമാമിനോട് താബിയായിട്ട് അവർ അത്തഹിയാത്തിൽ ഇരുന്നു. ഇപ്പൊ 2ാമത്തെ റക്അത്തിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇമാമിനോട് താബിയായിട്ട് മഅ്മൂമും കൈ ഉയർത്തൽ സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തഹിയാത്ത് ഓതുമ്പോൾ ഒരു മഹത്താപ്പ പറഞ്ഞത്, നമ്മൾ ആത്മാർത്ഥമായ ഒരു അത്തഹിയാത്ത് ഓതുമ്പോ എത്ര മലക്കുകളെയാണ് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നത്. ആ മലക്കുകളൊക്കെയും നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരം അത് വലിയൊരു ഇബാദത്താ. പക്ഷെ അതിന്റെ ആദാബും മര്യാദകളും പാലിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ അഭിരുചി, അതിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുക. അല്ലാഹു തആല നിസ്കരിക്കുമ്പോൾ മാധുര്യം ലഭിച്ച നമ്മുടെ നിസ്കാരം കാരണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഉതകുമാറുള്ള അതുപോലെ തന്നെ ഭയഭക്തിയുള്ള ഒരു നിസ്കാരക്കാരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മൗലിദിന്റെ സമയം 7:30 മണിയായിട്ടുണ്ട്. മൗലിദ് ഓതാനുള്ളവരൊക്കെയും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, തിരുവമ്പാടിയിൽ നിന്നും, വയനാട്ടിൽ നിന്നും, മാലൂരിൽ നിന്നും, വേങ്ങരയിൽ നിന്നും പല ഭാഗത്തു നിന്നുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു തആല ബറക്കത്തുള്ള സദസ്സാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് അഹ്സനി ഉസ്താദിനെ മൗലിദിന് നേതൃത്വം നൽകാൻ വേണ്ടി മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഞ്ഞിത്താ ചോദിക്കും ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ചോദിക്കും. അപ്പൊ ആരും കളവ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. ഒരു മിനിറ്റ് ഹസൻ സാർ, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. എന്താ ചോദിക്കുക? ഇപ്പോൾ നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ട സമയത്തൊക്കെയും കൈ ഉയർത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ സുന്നത്തായ രൂപം വിശദീകരിച്ചല്ലോ, അതേ രൂപത്തിൽ കൈ ഉയർത്തുന്നവർ ആരൊക്കെയെന്ന് പറയുമ്പോ
എല്ലാ പ്രാവശ്യമില്ലെങ്കിലും ഒരു വക്കത്തിലെങ്കിലും ഒരു നിസ്കാരത്തിലെങ്കിലും ഞാൻ അതേമാതിരിക്ക് കയ്യുയർത്തിയിട്ടുണ്ട് എന്നുള്ള ആ നിലയിൽ ഒരു എസ് അടിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. ആരും ആ എസ്സിൽ നിന്ന് പിന്മാറരുത്. നിങ്ങൾ കൈ ഉയർത്തിയോലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്താലും ഒരു എസ് അടിച്ചാകുമ്പോ ഉയർത്താത്തോലെന്ത് ചെയ്യും? എസ് അടിക്കൂല. അപ്പൊ ഇപ്പൊ ക്ലാസ് റൂമിലുള്ള എല്ലാരോടും ഞാൻ പറയുന്നു, ആ ഒരു ചോദ്യത്തിന് എല്ലാരും എസ് അടിക്കണം. ഞാൻ ഉസ്താദെ എല്ലാ വക്കത്തിലില്ലെങ്കിലും ഒരു വക്കത്ത് അല്ലെങ്കിൽ ഒരു 2 റക്അത്തിന്റെ തഹജ്ജുദ് നിസ്കാരത്തിലെങ്കിലും ഞാൻ ആ സുന്നത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എസ് അടിക്കണം. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ചോദിക്കും. ഇതൊരു നമ്മൾ വെറുതെ ഒരു ക്ലാസ് അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അല്ലാതെ ഇപ്പൊ KMIC ഇങ്ങനെ ലൈവായി പോവുകയാണ്, KMIC ആളുകൾ പറയുന്നത്, അതിനുള്ള ഒരു ക്ലാസ് അല്ല ഞാനും ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ക്ലാസ് റൂമിലുള്ള പ്രവർത്തകരും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വക്തിനും ഇല്ലെങ്കിലും ഒരു 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 വക്കത്തിലെങ്കിലും ഈ സുന്നത്തൊക്കെ ഒന്ന് പരിഗണിച്ചു എന്ന് വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാരും എസ്സിൽ പങ്കെടുക്കണം, അല്ലെ? നിങ്ങൾ തയ്യാറല്ലേ? ആ ചോദ്യത്തിന്റെ എസ്സിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരൊക്കെ ഒരു എസ് പറിച്ചാണ് അത് മാറാൻ. അങ്ങനെ ഞാൻ വിടൂല. ആ എസ്സിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരൊക്കെ ഒരു എസ് അടിച്ച് അങ്ങനെ മാറും. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ആരും കുറെ ആൾക്കാർ തയ്യാറല്ല. മാഷാ അല്ലാഹ്, കുറെ ആൾക്കാർ എസ് അടിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഈ എസ് എന്തിനാ? ആ എസ്സിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിനുള്ള എസ് ആണ് കേട്ടോ. അല്ലാണ്ടല്ല ഇപ്പൊ കൈ ഉയർത്തുന്നതാര് എന്നതിനുള്ള എസ് അല്ല, ആ എസ്സിൽ ഞങ്ങൾ പങ്കെടുക്കും എന്നതിനുള്ള എസ് ആണ് അടിക്കാൻ പറഞ്ഞത്. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.